മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടികൊണ്ട് അവശനായി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മേഘനാഥനെ നേരിക്കണ്ട് രണ്ട് വർത്താനം പറയാനായിട്ട് മഹാലക്ഷ്മി ഇറങ്ങുന്ന സമയത്ത് ലേഖയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അത് അനന്തുവിനോടും പറയുന്നു. തളർന്നു കിടക്കുവാണെങ്കിൽ പോലും ആ മേഘൻ്റെ അടുത്തേക്ക് മഹാലക്ഷ്മി പോകുന്നത് എനിക്ക് പേടിയാ, അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ദുഷ്ടനാ അയാൾ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ മഹാലക്ഷ്മി പോണോ അനന്തുവേട്ടാ? താൻ പേടിക്കണ്ടടോ, മാർക്കോയുടെ തല്ലുകൊണ്ട് കിടക്കുന്നവൻ ഉടനെ ഒന്ന് എണീറ്റ് ആരെ ഉപദ്രവിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മിക്കും അതുപോലെ ലേഖയ്ക്കും സമാധാനമാകുന്നു. എന്തായാലും അവിടെ തോമസ് സാറും ലോപ്പസും എല്ലാവരും ഇല്ലേ, അപ്പോൾ പേടിക്കണ്ട. അവനെ കണ്ട് രണ്ട് വർത്താനം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ആകില്ല എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയാണെങ്കിൽ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ നേരെ തോമസ് വൈദ്യരെ കാണുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് അയാളുടെ കണ്ടീഷൻ? ദേഹത്ത് നല്ല ചതവും ഒടുവും ഒക്കെ ഉണ്ട്, എങ്കിലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. തന്നെ തീർത്താ തീരാത്ത പകയായിട്ടിരിക്കുക. പിന്നെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയെന്നുള്ള സന്തോഷത്തിൽ മതിമറന്ന് ആഘോഷിക്കുക ആ ദുഷ്ടശക്തികൾ. അവരൊന്നും അറിയുന്നില്ലല്ലോ നാളെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നു, സന്തോഷിക്കട്ടെ, അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും വേണ്ടുന്നത്. കാരണം കണ്ണേട്ടൻ്റെ കുഞ്ഞുങ്ങാണാണെന്ന് എൻ്റെ വയറ്റിലുള്ള എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ദുഷ്ടത കാണിക്കുന്ന ഇവർ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളെയും കണ്ണേട്ടനെ ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നടന്നേനെ. ഒരു കണക്കിന് നിങ്ങളെടുത്ത ഈ തീരുമാനം തന്നെയാണ് നല്ലത് എന്ന് എനിക്കും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് തോമസ് സാറും പറയുന്നു. ശേഷം നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മേഘനെ പോയി കാണുന്നുണ്ട്. അപ്പം മേഘൻ പറയുന്നു, നീ എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുള്ള സ്ഥലത്തേക്ക് വരുമല്ലോ, അപ്പം നിന്നെ കാണാൻ ഞങ്ങൾക്ക് വന്നുകൂടുന്നുണ്ടോ? കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയും ബാക്കി മിക്ക സ്വത്തുക്കളിലും പകുതി അവകാശം കണ്ണേട്ട എനിക്ക് എഴുതി തന്നതാ. ആ സ്വത്തുക്കളിലെല്ലാം നീ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരാറുണ്ടല്ലോ, അതൊക്കെ ആരുടെ അനുവാദം മേടിച്ചിട്ടാ എന്നൊക്കെ പറയുമ്പം മേഘനാണെങ്കിൽ വിളറി വിളിക്കുന്നു. ജീവന് തുല്യം നിന്നെ സ്നേഹിച്ച നിന്റെ ഭർത്താവിനെ വഞ്ചിച്ചവളല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നു, അത് ഞാനും കണ്ണേട്ടനും തമ്മിലുള്ള കാര്യമാണ്, അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, നീ എന്തിനാ അതൊക്കെ തിരക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ മേഘനാണെങ്കിൽ ഉത്തരം മുട്ടുന്നുണ്ട്. മഹാലക്ഷ്മി കണക്കിന് മറുപടിയും അതുപോലെ ഓർമ്മപ്പെടുത്തലും ഓർമ്മിപ്പിച്ചതിന് ശേഷം സ്വത്തുക്കളെല്ലാം തൻ്റെയും കണ്ണേട്ടൻ്റെയും പേരിനാ. അതുകൊണ്ട് തന്നെ തന്നോട് സംസാരിക്കുമ്പോൾ ആ പേടിയും ബഹുമാനം കാണണമെന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം മഹാലക്ഷ്മി പോകുന്നു. അതിനുശേഷം തോമസ് സാറാണെങ്കിൽ മേഘനെ കാണാൻ വരുന്നുണ്ട്. മേഘൻ്റെ നാടകത്തിന് കൂട്ടു നിൽക്കുക എന്ന മട്ടിനാണ് തോമസ് സാറും സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മേഘനാണെങ്കിൽ നല്ല സംശയമുണ്ട്. കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്ന കാര്യം താൻ നേരിട്ട് കണ്ടതാ, അന്നേരം ഒന്നും കണ്ണൻ സമ്മതിച്ചില്ല. എന്നാൽ ഈ ഇടയ്ക്കാണ് രണ്ട് കാലിൻ്റെയും വിരലുകൾ ചലിക്കുന്നു എന്ന കാര്യം തുറന്നു പറഞ്ഞത്. അതും ദുർഗയും അതുപോലെ കരുണയും ഉണ്ണിയൊക്കെ കണ്ടതിന് ശേഷം. അതുപോലെ തന്നെ ഇനി കണ്ണൻ എണീറ്റ് നടക്കാനും കാണാൻ തുടങ്ങിക്കാണുമോ? എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണോ? പണ്ടൊരിക്കൽ പ്രേത നാടകം കളിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തിയതുപോലെ ഇത്തവണയും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന നാടകമാണോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ആ ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് തോമസ് സാറ് ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പം മേഘനാണെങ്കിൽ ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട്, കണ്ണൻ ഇനി ഒരിക്കലും എണീറ്റ് നടക്കാനാകില്ലേ, അതോ ഇനി നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പം തോമസ് സാറ് പറയുന്നു, ഒന്നും പറയാൻ പറ്റില്ല, 12ാമത്തെ വയസ്സിൽ കാലിന് സ്വാധീനം നഷ്ടമായതല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും വർഷമായിട്ടും ഇത്രയൊക്കെ ചികിത്സിച്ചിട്ടും പ്രത്യേകിച്ച് പുരോഗതിയൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലടോ എന്ന് പറഞ്ഞ് തോമസ് സാർ അങ്ങ് പോകുമ്പോഴത്തേക്കും മേഘനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു. ആ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയമുണ്ട്. ആ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി വീണ്ടും മേഘൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നു. അതേസമയം മഹാലക്ഷ്മിക്ക് എല്ലാം നഷ്ടമായി. ഇനി അധികം താമസിക്കാതെ അവളുടെ ജീവനും കൂടി എടുത്തു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം തിരികെ സ്വന്തമാക്കാന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുത്തശ്ശിയും പ്രതാപനും. അതിനു വേണ്ടിയിട്ട് അവരും പല മാർഗങ്ങൾ കാണുന്നു. എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാനാണ് അവരുടെ പുതിയ നീക്കം. കാരണം സ്വത്തുക്കളും കണ്ണനുമൊക്കെ നഷ്ടമായ മഹാലക്ഷ്മി ഇനി ആ ഒരു കുഞ്ഞിൻ്റെ പേര് സന്തോഷിച്ച് ജീവിക്കാൻ പാടില്ല. നമ്മുടെ മകൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് മഹിക്കൊരു കുഞ്ഞുണ്ടാകാൻ പാടില്ല. നാളെ ഒരു സമയത്ത് ആ കുഞ്ഞിനെ കാണിച്ച് വീണ്ടും കണ്ണൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നാലോ? ഒരിക്കലും ഒരു കുഞ്ഞിന് അച്ഛനാകാൻ പറ്റാത്ത കണ്ണനാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ട് മനസ്സ് മാറി മഹാലക്ഷ്മിയെ സ്വീകരിച്ചാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ മഹാലക്ഷ്മിയും അതുപോലെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന ആ സമയം നമ്മുടെ ഉണ്ണിയും കരുണയും അതറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്.
എന്തായാലും അവരുടെ ഈ നീക്കങ്ങളെല്ലാം അധികം താമസിക്കാതെ മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ അതിനു വേണ്ട തക്ക തീരുമാനം എടുക്കുന്നതായിരിക്കും.